ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 500-ലധികം ജീവനക്കാർ അവയവദാന പ്രതിജ്ഞയെടുത്തു. അവയവദാനത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും മരണാനന്തര അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് BMH ജീവനക്കാർ പ്രതിജ്ഞയെടുത്തത്. കണ്ണൂർ ഹെൽത്ത് ഡെപ്യൂട്ടി DMO ഡോക്ടർ സച്ചിൻ KC ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അവയവദാനത്തിന്റെ ആവശ്യകതയും സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അവയവദാനം ഒരു വ്യക്തിയുടെ മരണത്തോടെ അവസാനിക്കുന്ന ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയായി മാറ്റുന്ന മഹത്തായ തീരുമാനമാണ്. BMHലെ 500-ലധികം ജീവനക്കാർ അവയവദാനത്തിന് പ്രതിജ്ഞയെടുത്തത് തങ്ങളുടെ സ്ഥാപനത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ശക്തമായ തെളിവാണ്. ഈ സന്ദേശം BMH ജീവനക്കാരിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിലേക്ക് കൂടി എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കൂടുതൽ പേർ അവയവദാനത്തിന് സന്നദ്ധരാവുകയും മരണാനന്തരവും മറ്റൊരു ജീവിതത്തിന് വെളിച്ചമാവുകയും ചെയ്യട്ടെയെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു. ഓർഗൻ ഡൊണേഷൻ ചെയ്യാം, ഓർമ്മപ്പെടുത്തേണ്ട ദിവസമായി കണക്കാക്കാം ഈ ദിവസത്തെ. എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മൾ തയ്യാറാവണം നമ്മുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ, നമ്മൾ തയ്യാറാവണം നമ്മുടെ കൂടെയുള്ളവരുടെ, ബന്ധുക്കളുടെ, ഫ്രണ്ട്സിൻ്റെ ഓർഗൻ ഡൊണേഷൻ സാഹചര്യമുണ്ടായാൽ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കാം. ഇതൊരു ഓർമ്മപ്പെടുത്തലായി നിൽക്കട്ടെ. ഈ ദിവസങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണോ ഈ ഓർഗൻ ഡൊണേഷൻ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്? ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഗൻ ഡൊണേഷനെ പറ്റി മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് ഉണ്ടാവുന്ന ഓരോ ദിവസവും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിഭീകരമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ആദ്യമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ കൂടി പല തരത്തിലുള്ള നെഗറ്റീവ് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയൊരു ഉദാഹരണമാണ് 2015-16-17 കാലഘട്ടത്തിൽ കേരളമായിരുന്നു. ആക്ച്വലി സ്പെയിനാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് 494 പെർ മില്യൺ, 10,494 ആളുകൾക്ക് ഡൊണേഷൻ ഉള്ള രാജ്യം എന്നുള്ള രീതിയിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് കിടന്നു. ആ ലെവലിലേക്ക് കേരളത്തിന്റെ ലെവലും വന്നിരുന്നൊരു കാലത്ത് നിന്ന് ഒറ്റ പോക്കാണ്. പിന്നെ 17-18 ആകുമ്പോഴത്തേക്ക് 0 വരും, 18 ആകുമ്പോഴത്തേക്ക് ജോസഫ് വന്നു. അതോടെ നമ്മൾ തീരുമാനമായി. ചടങ്ങിൽ BMH ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ അബ്ദുൽ നാസർ, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് C. ഗുഡിമണി, നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മിഥുൻ രമേശ്, നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഷബീൻ കുമാർ, ട്രാൻപ്ലാന്റ് കോർഡിനേറ്റർ റാസിഖ് എന്നിവർ സംസാരിച്ചു.